ഹായ് ചിൽഡ്രൻ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ ഫിസിയോളജിയിലെ നെക്സ്റ്റ് പാർട്ടിലേക്ക് നീങ്ങുകയാണ്. മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷനൊക്കെ നമ്മൾ നോക്കി. ഇനി നമുക്ക് കിഡ്നിയുടെ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നോക്കാനുള്ളത്. ആസിഡ് ബേസ് ബാലൻസ് ആൻഡ് ഹോമിയോസ്റ്റാസിസ്. എങ്ങനെ ഇതിന് കിഡ്നി സഹായിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കിഡ്നിയുടെ ഫങ്ഷൻ എന്താണ്? എക്സ്ക്രീഷൻ. യെസ്, ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ. അതുകൂടാണ്ട് വേറെ 2 ഫങ്ഷൻ കൂടി കിഡ്നിക്കുണ്ട്. ഓക്കെ, എക്സ്ക്രീഷൻ ചെയ്യുന്നത് വഴിയാണ് ഈ 2ഉം അറ്റൈൻ ചെയ്യുന്നത് എന്ന് മാത്രം. ദ നെക്സ്റ്റ് ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ടൈറ്റിൽ നിൽക്കുന്നത്. pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. ബ്ലഡിൻ്റെ ഓപ്റ്റിമം pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കിഡ്നി സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹൗ ഡസ് ഇറ്റ് ടേക്ക് പ്ലേസ്? സേ ബ്ലഡ് ഭയങ്കര ആസിഡിക് ആയിട്ടിരിക്കുമെന്നിരിക്കട്ടെ. ആസിഡിക് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? H+ അയൺ കൂടുതലുള്ള അവസ്ഥയാണ് ആസിഡിക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ആസിഡിക് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ യൂറിൻ ഫോർമേഷൻ പഠിച്ചപ്പോഴത്തേക്കും അതിൻ്റെ മെക്കാനിസം പഠിച്ചപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു ചില സാധനങ്ങളൊക്കെ തിരിച്ച് വലിച്ചെടുക്കൂലേ, റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, ട്യൂബുലർ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ചില സാധനമൊക്കെ സെക്രീറ്റ് ചെയ്ത് ഡംപ് ചെയ്ത് നെഫ്രോണിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിടും എന്ന് നമ്മൾ പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് pH മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇപ്പോൾ ബ്ലഡ് ആസിഡിക് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ സോഡിയത്തിൻ്റെയും ബൈകാർബണേറ്റ് അയണിൻ്റെ റീഅബ്സോർപ്ഷൻ അങ്ങ് കൂട്ടും. റീഅബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ എന്താ? നെഫ്രോണിൽ കിടക്കുന്ന സാധനം നെഫ്രോണിൻ്റെ ട്യൂബ്യൂളിൽ കിടക്കുന്ന സാധനത്തിനെ തിരിച്ച് ബ്ലഡിലേക്ക് പെരിട്യൂബുലർ കാപ്പിലറീസിലേക്ക് തിരിച്ച് വലിച്ചെടുക്കും. അതുകൊണ്ടുള്ള ഗുണം എന്താ? സോഡിയം അയൺ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യില്ലേ? സോഡിയം അയൺ എത്തിക്കഴിഞ്ഞാൽ H+ കൂടുതലുള്ളതിനെ ന്യൂട്രലൈസ് ചെയ്ത് OH അയൺസ് അഥവാ ഹൈഡ്രോക്സിൽ അയൺസ് ഫോം ചെയ്യും. പിന്നെ ബൈകാർബണേറ്റ് അയൺസ് കൂടുതലായിട്ട് വന്നാൽ എന്ത് സാധനം ഉണ്ടാവുന്നു? കാർബോണിക് ആസിഡ് എന്ന് പറഞ്ഞൊരു ആസിഡ് ഉണ്ടാവുന്നു. അങ്ങനെ ബ്ലഡിൻ്റെ pH സ്റ്റേബിളാവുന്നു. കണ്ടമാനം ആസിഡിക് ആയിട്ടുള്ള അവസ്ഥ മാറ്റി സ്റ്റേബിളാക്കി നിർത്തുന്നു. ഇനി ദി അതർ കണ്ടീഷൻ, കണ്ടമാനം ബേസിക്കായി പോയാൽ എന്ത് സംഭവിക്കുന്നു? H+ അയൻ്റെയും പിന്നെ ബൈകാർബണേറ്റ് അയൻ്റെയും എക്സ്ക്രീഷൻ കുറയ്ക്കുന്നു. മനസ്സിലായോ? തിരിച്ചങ്ങോട്ട് ഡംപ് ചെയ്യണ സാധനങ്ങൾ ഇതൊക്കെ H+നെയൊക്കെ നമ്മൾ സെക്രീറ്റ് ചെയ്ത് കളയണ സാധനങ്ങളാണ്. അത് അതിൻ്റെ സെക്രീഷൻ്റെ റേറ്റ് കുറയ്ക്കുന്നു. അതുവഴി ബേസിസിറ്റി നമ്മൾ മാറ്റിയെടുക്കുകയാണ്. വീണ്ടും ബ്ലഡിനെ നോർമലൈസ്ഡ് pHലേക്ക് എത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആസിഡ് ബേസ് ബാലൻസ് കിഡ്നി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതെന്ന് മനസ്സിലായോ? ഇനി തേർഡ് ഒരു ഫങ്ഷനാണ് ഓസ്മോലാരിറ്റി മെയിൻ്റനൻസ്. ഓസ്മോലാരിറ്റി എന്ന് വെച്ചാൽ എന്താ? ദ മെയിൻ്റനൻസ് ഓഫ് സോൾട്ട് ആൻഡ് വാട്ടർ ബാലൻസ് അല്ലെങ്കിൽ സോൾട്ട് ആൻഡ് വാട്ടർ കോൺസെൻട്രേഷനാണ് ഓസ്മോലാരിറ്റി എന്ന് നമ്മൾ പറയുന്നത്. നമുക്കറിയാം വാട്ടർ, ബോഡിയിലെ വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും മോർലെസ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അതിൽ ചില സമയത്ത് ഏറ്റക്കുറച്ചിലുകൾ നടക്കും. അത് ഏതൊക്കെയായിരിക്കും ആ സമയം? നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുമ്പോൾ ബോഡിയിലെ വെള്ളത്തിൻ്റെ അളവ് കുറയാം അല്ലേ? സ്വെറ്റ് ചെയ്യുമ്പോൾ ബോഡിയിലെ വെള്ളത്തിൻ്റെ അളവ് കുറയാം. പിന്നെ റെസ്പിറേഷൻ നടക്കുമ്പോഴത്തേക്കും ബോഡിയിൽ വെള്ളത്തിൻ്റെ അളവ് കുറയാം. പിന്നെ ഫീസസ് വഴിയുമൊക്കെ വെള്ളം പോകുന്നുണ്ട്. അതൊക്കെ വെള്ളം പോകാനുള്ള ഔട്ട്ലെറ്റ്സ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. അപ്പം ഇങ്ങനെയൊക്കെ വാട്ടർ ലോസ് കൂടുതലായി നടക്കുമ്പോഴത്തേക്കും എവിടെയാണ് നമ്മൾ കൺട്രോൾ ചെയ്ത് പിടിക്കണേ? നമുക്ക് ആ ഒരു നോർമൽ ലെവൽ ഓഫ് വെള്ളം കിട്ടിയേ പറ്റത്തുള്ളൂ അല്ലേ? മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ നോർമൽ ലെവലിൽ ആ ഹോമിയോസ്റ്റാറ്റിക് സ്റ്റേറ്റിൽ നിർത്താൻ സഹായിക്കുന്നത് നമ്മുടെ കിഡ്നിയാണ്. അവിടെ ഇപ്പോൾ കടിഞ്ഞാണ് പിടിച്ചേക്കുന്ന ആൾ നമ്മുടെ കിഡ്നിയാണ്. ഹൗ ഡസ് ഇറ്റ് ഡു ഇറ്റ്? കിഡ്നി ചെയ്യുന്നത് ബൈ ദ സെക്രീഷൻ ഓഫ് എ
ഹോർമോൺ ആണ് അത് ഈ പറഞ്ഞ ബാലൻസ് നിലനിർത്തുന്നത്. ADH എന്നാണ് ആ ഹോർമോണിൻ്റെ പേര്, ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ. അപ്പോൾ ബ്ലഡിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ അനുസരിച്ചാണ് ഈ ADH റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ADHൻ്റെ ഫങ്ഷൻ മനസ്സിലാക്കി വെക്കുക, അതായിരിക്കും കൂടുതൽ എളുപ്പം നിങ്ങൾക്ക് എഴുതാനായിട്ട്. ഇപ്പോൾ ADH റിലീസ് ചെയ്യുന്ന ഏത് ഗ്ലാൻഡിൽ നിന്നാണ് അറിയാമോ? പിറ്റ്യൂട്ടറി. ഓക്കെ, പോസ്റ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറിയിൽ നിന്നാണ് ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ റിലീസ് ചെയ്താൽ അതിൻ്റെ പരിണത ഫലമായിട്ട്, കോൺസിക്വൻസ് ആയിട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ബോഡി, റിലീസ് ചെയ്യപ്പെട്ടാൽ കൂടുതൽ വാട്ടർ വിൽ ബി എക്സ്ക്രീറ്റഡ് ഇൻ ദ ADH റിലീസ് ചെയ്യപ്പെട്ടാൽ വാട്ടർ ഇൻ ദ യൂറിൻ വിൽ ബി ലെസ്. ഓക്കെ, ADH ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ റിലീസ് ചെയ്താൽ യൂറിൻ ഹൈപ്പർ ടോണിക് ആയിരിക്കും എന്നർത്ഥം. ഹൈപ്പർ ടോണിക്, ഭയങ്കര കോൺസെൻട്രേറ്റ്, അതായത് വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും ADH റിലീസ് ചെയ്താൽ. ADH റിലീസ് ചെയ്തില്ലെങ്കിലോ വെള്ളം ഹൈപ്പോടോണിക് ആയിരിക്കും, അഥവാ ധാരാളം വെള്ളം ഉണ്ടാവും യൂറിനിൽ, കുറേ യൂറിനേറ്റ് ചെയ്യുന്ന സാരം. ഓക്കെ, വേസ്റ്റ് മാത്രമല്ല വെള്ളവും നല്ല രീതിയിലുണ്ടാവും ADH ഇല്ലെങ്കിൽ. അപ്പോൾ ADH എപ്പോഴായിരിക്കും റിലീസ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ വെള്ളത്തിൻ്റെ ലോസ് നല്ലോണം നടന്നിട്ടുണ്ടെങ്കിൽ, വെള്ളത്തിൻ്റെ അളവ് നല്ലോണം കുറവുള്ള സമയത്തായിരിക്കും ഈ പറഞ്ഞ ADH എന്ന് പറഞ്ഞ ഹോർമോൺ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആസ് ടു മിനിമൈസ് further loss of water through excretion via urination. ഓക്കെ, അത് ഒരു ഹോർമോണിൻ്റെ കാര്യം. ഇനി വേറൊരു ഹോർമോണിൻ്റെ കഥ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആൽഡോസ്റ്റിറോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ. റെനിൻ്റെ കാര്യം, ജക്സ്റ്റാ ഗ്ലോമുലാർ അപ്പാരറ്റസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ആൽഡോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോൺ എവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്ന, ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാണ്? യെസ്, അഡ്രിനാൽ കോർട്ടെക്സ് ആണ് ആൽഡോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. അതിൻ്റെ പണി എന്താ? വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ആൽഡോസ്റ്റിറോൺ? അബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാഷ്യം അയൺസ്. ഓക്കെ, അതിനെ തിരിച്ച് അബ്സോർബ് ചെയ്തെടുക്കുന്ന ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ നിന്ന് സോഡിയത്തിനെയും പൊട്ടാഷ്യത്തിനെയും തിരിച്ച് അബ്സോർബ് ചെയ്തെടുക്കുന്ന പണിയാണ് ആൽഡോസ്റ്റിറോൺ ചെയ്യുന്നത്. ഓക്കെ, അതുവഴി വീണ്ടും ഓസ്മോലാരിറ്റിക്ക് ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു പോയിൻ്റാണ് യൂറിയയുടെ അളവനുസരിച്ചും ഓസ്മോലാരിറ്റിയിൽ ചേഞ്ചസ് വരാം. പക്ഷേ മെയിൻ രണ്ട് ഹോർമോൺ നമ്മൾ ഓർത്തിരിക്കേണ്ട ആൽഡോസ്റ്റിറോണും ADHും, അഥവാ ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ. യൂറിയയും ഓസ്മോലാരിറ്റി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. യൂറിയ കൂടുന്നതനുസരിച്ച് ഓസ്മോലാരിറ്റി കൂടുന്നു. ഓക്കെ, പിന്നെ വേറൊരു ത്രഷോൾഡിൻ്റെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നല്ലോ. ഏത് ലെവൽ എന്താണ് ആ കട്ട് ഓഫ് റേറ്റ്, എന്ത് അളവ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നത്? ബ്ലഡിൻ്റെ സെയിം കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. എക്സെപ്റ്റ് ഫോർ ദാറ്റ് ബ്ലഡ് പ്രോട്ടീനും ബ്ലഡ് സെല്ലും ഫിൽട്രേറ്റിലില്ല എന്ന് മാത്രം. പിന്നെ എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് വേറെ സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് വലിച്ചെടുക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. ത്രഷ് ഹോൾഡ് ലെവൽ നമ്മൾ പറഞ്ഞാൽ എന്തായിരുന്നു? ബ്ലഡിൽ ആവശ്യമായി വേണ്ട ഒരളവുണ്ട്. ഓരോ സബ്സ്റ്റൻസിനും ബ്ലഡിൽ ഇത്ര ഒരു റേഞ്ച് ഉണ്ട്. അതിൻ്റെ മാക്സിമം റേഞ്ച് എത്രയാണോ, ആ മാക്സിമം റേഞ്ചിൽ കൂടുതൽ എത്രയാണോ അത്രയും സാധനമാണ് നമ്മൾ പുറം തള്ളുന്ന, എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നത്.
യൂറിനേഷൻ വഴി. ഓക്കെ, അപ്പോൾ എക്സസ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളെയും കളയാൻ ഇത് സഹായിക്കുന്നു. അതുവഴി വീണ്ടും ഓസ്മോളാരിറ്റി എന്താ ചെയ്യുന്നത്? ഓസ്മോളാരിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? പറഞ്ഞ എക്സസ് എന്ന് പറഞ്ഞാൽ എല്ലാം വരും, അയൺസും ഒക്കെ ആ കൂട്ടത്തിൽ പെടുന്നുണ്ട്. പിന്നെ അയൺസും പ്രോട്ടീൻസും എല്ലാം ആ കൂട്ടത്തിൽ. അപ്പോൾ എക്സസ് കണ്ടമാനം സാധനങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ കണ്ടമാനമുള്ള എക്സസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ കണ്ടമാനം റിക്വയർഡ് ലെവലിനേക്കാളും കൂടുതൽ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ യൂറിനിൽ അതനുസരിച്ചുള്ള എക്സസ് എക്സ്ക്രീറ്റഡ് ആയി പോകില്ലേ? അപ്പോൾ യൂറിൻ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? ഗ്ലൂക്കോസ് പോസിറ്റീവ് കിട്ടും അല്ലേ? ഗ്ലൂക്കോസ് പോസിറ്റീവ്. അപ്പോഴാണ് ഷുഗർ ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്നില്ല, യൂറിനിലും കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അത്യാവശ്യം നല്ല രീതിയിൽ ഷുഗർ ഉണ്ടെന്ന് അർത്ഥം. അതുപോലെ എല്ലാ കോമ്പൗണ്ട്സും പ്രോട്ടീൻസ് കണ്ടു തുടങ്ങുന്നുണ്ട് യൂറിനിലെങ്കിൽ അതും ഒരു എന്താണ്, ഡിസീസ്ഡ് കണ്ടീഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്ലൂക്കോസ് യൂറിനിൽ കണ്ടു തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഗ്ലൂക്കോസോറിയ എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ ഓരോരോ കണ്ടീഷൻസ് ഉണ്ട് വിച്ച് വിൽ ബി ലേണിംഗ് ലേറ്റർ ഓൺ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇൻ റോൾ ഓഫ് കിഡ്നി ഇൻ ഓസ്മോ റെഗുലേഷൻ. ആ കൂട്ടത്തിൽ വിൽ ഹാവ് ടു മെൻഷൻ നമ്മുടെ PCT DCT അതിൻ്റെയൊക്കെ റോൾ ഇൻ റീഅബ്സോർപ്ഷൻ സെക്രീഷനിലുള്ള അതിൻ്റെ പണികൾ എന്താ, പൊട്ടാഷ്യവും അയണും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന എവിടെ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ആ കാര്യങ്ങൾ കൂടി ഇവിടെ മെൻഷൻ ചെയ്ത് വിട്ടാൽ ഈ ഒരു ടോപ്പിക്കും കംപ്ലീറ്റ് ആയി. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എൻ്റെ നോട്ട്സ് ഞാൻ ഫോട്ടോ എടുത്ത് ഇട്ടേക്കാം. ഓക്കെ, താങ്ക് യു.